അവിടെ വോട്ട് രേഖപ്പെടുത്തിയിരുന്നത്. അല്പസമയത്തിനകം തന്നെ ഈ ഫലം പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കേരള കോൺഗ്രസിന്റെ ഇംഗിതത്തിന് വഴങ്ങി CPM അവിടെ സ്ഥാനാർത്ഥിയെ CPM പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥി ബിനു പുളിക്കക്കണ്ടത്തിന് ഒഴിവാക്കി ഇപ്പോൾ ജോസിൻ ബിനു ആയിരുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ചത്. അല്പസമയത്തിനകം വോട്ടെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. അല്പസമയത്തിനകം ഫലം പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ്, വോട്ടുകൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് പറയേണ്ടത് ബിനു പുളിക്കക്കണ്ടം ജോസ് കെ മാണിക്ക് എഴുതിയ ഒരു തുറന്ന കത്തുണ്ട്. ആ കത്തിന്റെ പറയുന്നത് ഇന്നത്തേത് പാലയിലെ ചരിത്രത്തിലെ കറുത്ത ദിനമെന്നാണ് അദ്ദേഹം അതിൽ പരാമർശിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പാർട്ടി ചട്ടക്കൂടിനകത്ത് തന്നെ പ്രവർത്തിക്കും. കൂടാതെ പ്രധാനമായും പാർട്ടിയുടെ കലകിച്ചോ വിലപേശിയോ ഒരു സ്ഥാനവും ആഗ്രഹിച്ചിട്ടില്ല. മോഹങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വന്നാൽ മോഹഭംഗമില്ല എന്നും ബിനു പുളിക്കക്കണ്ടം ഈ ജോസ് കെ മാണിക്ക് എഴുതിയ കത്തിൽ പറയുന്നു. ഇത്തരത്തിൽ വലിയൊരു രാഷ്ട്രീയ സാഹചര്യം അവിടെ പാലായിൽ ഉടലെടുത്തിരിക്കുന്നു. ഇപ്പോൾ വോട്ട് എണ്ണ് ഫലം പ്രഖ്യാപിക്കുകയാണ്. 25 കൗൺസിലർമാരാണ് ഈ അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തിയത്. 25 കൗൺസിലർമാർ വോട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ഇതിന്റെ ഫലം പ്രഖ്യാപിക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോവുകയാണ്. അവസാനമാണോ അത് 26 ദയ്യായിരമുള്ള മനസ്സിലാക്കണം. പറയാൻ പറ്റുമോ? സതീഷ് ശശികുമാർ, ഷാജുബി ബൈജു കൊല്ലംപറമ്പിൽ, ബിന്ദു മന്നു പരിക്കാനിക്കൽ, സിജി പ്രസാദ്, സംഖ്യ ജോസിൻ ബിനോ, തോമസ് പീറ്റർ, നീന ജോർജ്. പേരാണ് ജോസിൻ ബിനോ. എണ്ണം 17. ജോസ് എഡേറ്റർ, ഇസി കുട്ടി മാത്യു, സിജി ടോണി തോട്ടത്തിൽ, ഇജി ബിജു വരിക്കാനി.
26 കൗൺസിലർമാരുണ്ടായിരുന്നു. 25 പേരാണ് വോട്ട് ചെയ്തത്. അതിൽ ഒരെണ്ണം അസാധുവായിരുന്നു. അതിൽ 17 വോട്ട് കിട്ടിയ ജോസിൻ ബിനു ആയാണ് നമ്മുടെ നഗരസഭാ ചെയർപേഴ്സണായിട്ട് പാലാ നഗരസഭയിൽ വളരെ നാടകീയ രംഗങ്ങളായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പാലായിൽ കേരള കോൺഗ്രസിന് വഴങ്ങുകയായിരുന്നു CPM. ജോസിൻ ബിനോ അങ്ങനെ CPM സ്ഥാനാർത്ഥിയായി. അതിനുശേഷം ഇപ്പോൾ CPM നഗരസഭ അധ്യക്ഷയായി. നഗരസഭാ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ബിനു പുളിക്കക്കണ്ടത്തെ ഒഴിവാക്കിയാണ് തീരുമാനമുണ്ടായത്. 11 മണിക്കാണ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത്. ഉണ്ണികൃഷ്ണൻ തത്സമയം ചേരുന്ന വിവരങ്ങളുമായി. ഉണ്ണികൃഷ്ണൻ, ജോസിൻ ബിനോ നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് എങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടു? വിജി, പാലായിൽ ജോസിൻ ബിനോ നഗരസഭാ അധ്യക്ഷയായിരിക്കുന്നു. 25 കൗൺസിലർമാരാണ് അവിടെ വോട്ട് ചെയ്തത്. അതിൽ 17 വോട്ടിന്റെ ജയം നേടിയാണ് ജോസിൻ ബിനോ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഒരു വോട്ട് അസാധുവായി, പേരെഴുതി ഒപ്പിടാത്ത സാഹചര്യത്തിലാണ് ആ വോട്ട് അസാധുവായതെന്നാണ് പറയുന്നത്. 25 പേർ കൗൺസിലർമാർ വോട്ട് ചെയ്തിരുന്നു. അതിൽ 17 വോട്ടിന്റെ ജയം നേടിയാണ് ജോസിൻ ബിനോ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത്. പാലായിൽ ചരിത്രത്തിലാദ്യമായിട്ട് CPM-നൊരു അധ്യക്ഷ വന്നിരിക്കുന്നു. പാലാ നഗരസഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് CPM-നൊരു അധ്യക്ഷ വരുന്നത്. അതേസമയം തന്നെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ബിനു പുളിക്കക്കണ്ടത്തിനെ ഒഴിവാക്കിയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന CPM സ്വതന്ത്രയായിരുന്ന ജോസിൻ ബിനോയെ ഇത്തരത്തിൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിർണ്ണയിക്കുന്നത്, അധ്യക്ഷ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നത്. CPM ഏരിയ കമ്മിറ്റിയാണ് ഈ അധ്യക്ഷ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയത്. വലിയൊരു വിഭാഗീയത, വലിയൊരു പ്രതിസന്ധി അവിടെ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു. 5 വർഷത്തിൽ 2 തവണ, 2 വർഷം, ആദ്യത്തെ 2 വർഷം കേരള കോൺഗ്രസും അതിനുശേഷം 1 വർഷം CPM-ഉം പിന്നീട് വരുന്ന 2 വർഷം കേരള കോൺഗ്രസും ഭരിക്കും എന്നായിരുന്നു ധാരണ. പിന്നീട് അത് പ്രതിസന്ധിയിലേക്ക് കടന്ന ഘട്ടത്തിൽ 4 വർഷം ഒന്നിച്ച് കേരള കോൺഗ്രസ് ഭരിച്ച ശേഷം അവസാനത്തെ 1 വർഷം CPM-ന് വിട്ടുകൊടുക്കാമെന്ന ഒരു രീതിയിലേക്ക് വരെ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിലെല്ലാം തന്നെ വിഭിന്നമായി തന്നെ 2 വർഷത്തിന് ശേഷം CPM-ന് ആ സീറ്റ്, ആ 1 വർഷത്തേക്ക് നഗരസഭാ അധ്യക്ഷ സ്ഥാനം കേരള കോൺഗ്രസ് കൈമാറിയിരിക്കുകയാണ്. ജോസ് കെ മാണിയുടെ അല്ലെങ്കിൽ കേരള കോൺഗ്രസിന്റെ കടുത്ത എതിർപ്പിനെ തുടർന്നാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ബിനു പുളിക്കക്കണ്ടത്തിനെ അവിടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നതിൽ ഒഴിവാക്കി ജോസിൻ ബിനോയെ ഇത്തരത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് ജോസിൻ ബിനോ വിജയിച്ചിരിക്കുന്നു. വലിയൊരു പ്രതിസന്ധിയെല്ലാം ഇക്കാര്യത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ജോസിൻ ബിനോ വരുന്നതിന്